നമസ്കാരം. അമേരിക്കയും ഇറാനുമായുള്ള ആണവ നിരായുധീകരണ ചർച്ചകൾ നടക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം അതിനുള്ള സർവ്വ സന്നാഹങ്ങളും അമേരിക്ക ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമിക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുടെ സ്വന്തമായുള്ള ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസത്തിനുള്ളിൽ ഈ കപ്പൽ ഹൈഫ തുറമുഖത്ത് നങ്കൂരമിടും എന്നാണ് കരുതപ്പെടുന്നത്. ഹൈഫ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിലൊന്നാണ്. ഹൈഫ തുറമുഖത്തിന് നേർക്ക് നേരത്തെ ഒരിക്കൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നതാണ്. ഇസ്രായേലിൻ്റെ പ്രധാന നാവിക സങ്കേതങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഹൈഫയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമായൊരിടം നോക്കിയായിരിക്കാം ഒരുപക്ഷെ USS ജെറാൾഡ് ഫോർഡ് ഈ ഹൈഫ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതുപോലെ ഇസ്രായേലിലെ തന്നെ ബെൻ ഗുരിയോൺ എന്ന വിമാനത്താവളം, ഇത് സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാനായി ഉപയോഗിക്കുന്ന ഒന്നല്ല, യാത്രാ വിമാനങ്ങൾ മാത്രം വന്നു പോകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിലെ വിമാനത്താവളങ്ങളാണ് ബെൻ ഗുരിയോൺ. ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേർക്ക് മുമ്പൊരിക്കൽ ആക്രമണം നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് വിമാനങ്ങളും അതുപോലെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിവുള്ള വിമാനങ്ങളുമൊക്കെ തന്നെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബെൻ ഗുരിയോൺ വിമാനത്താവളം ഒരുപക്ഷെ ഒരു യുദ്ധമുണ്ടായാൽ യുദ്ധ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് അത് മാറും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കാം അമേരിക്ക ഇറാന് നേർക്ക് ആക്രമണം നടത്തുക എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് തീർച്ചയായിരിക്കുകയാണ്. നേരത്തെയും ഇസ്രായേൽ ഇറാനെ തകർക്കണം എന്നുള്ള കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കുമെന്ന് പലതവണ പറയുമ്പോഴും ആ തീയതി അവർക്ക് അവസാന തീയതി വീണ്ടും നീട്ടി നൽകിക്കൊണ്ടിരിക്കുമ്പോഴും ഒക്കെ തന്നെ ഇസ്രായേൽ അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലായിരുന്നു. എന്ത് വന്നാലും ഇറാൻ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നേരത്തെയും ഇസ്രായേൽ എടുത്ത നിലപാട് അമേരിക്ക ഇനി ഇറാൻ ആക്രമിച്ചില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്നാണ്. കാരണം 4 ഭാഗത്തുനിന്ന് തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെല്ലാവരും തന്നെ തീറ്റിപ്പോറ്റുന്നത് ഇറാനാണെന്നും ഇവരെയാണ് തങ്ങൾക്ക് നേരെ നിരന്തരമായി ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുമുള്ള കാര്യം ഇസ്രായേലിന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും ഇക്കാര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് അമേരിക്ക ഇറാനുമായുള്ള അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. ആദ്യഘട്ടങ്ങളിൽ നടന്ന സമാധാന ചർച്ചകളൊന്നും തന്നെ തീരുമാനമായിരുന്നില്ല. ഇപ്പോൾ അടുത്ത ഘട്ടം നടക്കുമ്പോഴും അമേരിക്ക ഇക്കാര്യത്തിൽ പ്രത്യാശ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രവുമല്ല, ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി തന്നെ അമേരിക്ക വധിച്ചേക്കാം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൻ്റെ പിൻഗാമികളായി പലരെയും പ്രഖ്യാപിക്കുകയും പറ്റിച്ചത്. തൻ്റെ മകനെ അദ്ദേഹം പിൻഗാമിയാക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും ഖമേനിയെ അമേരിക്ക വധിക്കുകയാണെങ്കിൽ, അത് തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ കുടുംബാംഗങ്ങളെയും അതുതന്നെ ചെയ്യും എന്നുള്ള കാര്യം ഖമേനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മതഭരണകൂടം അവിടെ നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി തൻ്റെ വിശ്വസ്തരായ കടുത്ത മതമൗലികവാദികളായ ആളുകളെ തന്നെ തൻ്റെ പിൻഗാമികളാക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടുകൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങണം ഒരു വശത്തും, മറുവശത്ത് അദ്ദേഹത്തിന് ഇറാനെ തോൽപ്പിക്കുകയും വേണം, ഇസ്രായേലിനെ പണക്കാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇസ്രായേലിൻ്റെ ഉറച്ച നിലപാടുകളോട് തൽക്കാലം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹൈഫ തുറമുഖത്തേക്ക് യുദ്ധക്കപ്പലുകൾ എടുക്കുന്നതും അതിൽ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലേക്ക് യുദ്ധവിമാനങ്ങൾ എത്തുന്നതുമൊക്കെ തന്നെ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ഇസ്രായേലിൻ്റെ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാന് തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനയായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഹൈഫ തുറമുഖം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക ആസ്ഥാനം ഒക്കെ സ്ഥിതി ചെയ്യുന്ന തരത്തിലുള്ള അത്രയും വലിപ്പമുള്ള ഒരു തുറമുഖമാണ്. USS ജെറാൾഡ് ഫോർഡ് ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലാണ്. അത്തരം കപ്പലുകൾക്ക് അവിടെ നങ്കൂരമിടണമെങ്കിൽ പോലും അത്രയും സംവിധാനങ്ങളുള്ള തുറമുഖത്ത് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതുകൂടാതെ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ മറ്റ് പടക്കപ്പലുകളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇറാനെ മൊത്തത്തിൽ വളഞ്ഞു പിടിച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് വേണം കരുതാൻ. ഒപ്പം അവർക്ക് സഹായത്തിനായി ഇസ്രായേൽ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ
ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരാക്രമണം ഉണ്ടായാൽ അമേരിക്ക ഇറാനെ നേരിടുക എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഖമേനിയോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ ആരും തന്നെ, അല്ലെങ്കിൽ പ്രസിഡന്റ് പെഷസ്ക്യാനോ ആരും തന്നെ ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. അവരെല്ലാം ഏതോ സുരക്ഷിതമായ ബങ്കറുകളിൽ ഇരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അവർ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം, എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അമേരിക്കയ്ക്ക് അറിയാം എന്നുള്ള കാര്യം ഖമേനിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും ആവേശത്തോടുകൂടി വീണ്ടും യുദ്ധസന്നദ്ധരെ രംഗത്തിറങ്ങുന്നത്. കാരണം അമേരിക്ക അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കയുടെ മറ്റൊരു പടക്കപ്പൽ ഇസ്രായേൽ തീരത്ത് നേരത്തെ തന്നെ നങ്കൂരമിട്ടിരുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ USS ജെറാൾഡ് ഫോർഡ് കൂടി എത്താൻ പോകുന്നത്. ഒപ്പം ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലേക്ക് ഇനി കൂടുതൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ഈ മാസം ആരംഭിച്ചത് മുതൽ, അതായത് ഈ ഫെബ്രുവരി മാസം ആരംഭിച്ചത് മുതൽ ഏതാണ്ട് 150-ലധികം യുദ്ധവിമാനങ്ങൾ ഇതുവഴി വന്നുപോയി എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം ഇറാനെ തകർക്കുകയല്ല, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള സകല അടവുകളും പറ്റാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് ഇപ്പോൾ സംയുക്തമായി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് എന്ന് വേണം കരുതാൻ.